ഹായ് ഫ്രണ്ട്സ്, സ്നേഹതീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ ഒരു സങ്കടകരമായ ഒരു കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം, വരൂ. അപ്പം നമ്മുടെ ഒരു തെങ്ങിന്റെ അവസ്ഥ കണ്ടോ നിങ്ങള്? ഇത് കണ്ടോ? ഒരു 4 വർഷമായിട്ട് ഒരു കുള്ളൻ തെങ്ങാണിത്. 4 വർഷമായി ഇതിനെ നമ്മൾ നട്ടു വളർത്തിയത് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട്. ഒരു 10 ദിവസം മുമ്പ് നമ്മുടെ കാട്ടാന വന്ന് നശിപ്പിച്ച ഒരു തെങ്ങാണിത്. നോക്കിക്കേ, മൊത്തം നശിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്ന് വെച്ചാല് ജനൻ TV ന്യൂസുകാര് ഒരു 10 ദിവസം മുമ്പ് ഈ കാട്ടാന, ഇത് മാത്രമല്ല കുറെ പ്രദേശങ്ങള്, കുറെ കൃഷിയിടങ്ങളെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് വന്നിട്ട് ഒരു 10 ദിവസം മുമ്പ് നശിപ്പിച്ചതാണ്. പിന്നെ കുറെ കമുകുകള് എല്ലാം കുറെ നമുക്ക് ആനകൾ വന്നിട്ട് നശിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പം 2021, 22 ഈ ഒരു സ്ഥലത്തുള്ളവർക്ക് നമ്മൾ കർഷകശ്രീ അവാർഡ് കിട്ടിയ ഒരു സ്ഥലമാണ്. ശരിക്കും പറഞ്ഞ പച്ചക്കറിയുടെ ഇതില് കർഷകശ്രീ അവാർഡ് കിട്ടിയ ഒരു സ്ഥലമാണിത്. പക്ഷെ ഇപ്പം ഒരു 2022 മുതല് ആനകളുടെ ഭയങ്കര മേളമാണ്. ശരിക്കും പറഞ്ഞാല് ആനമേളമൊക്കെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ എല്ലാരും ഇവിടെ വന്നാൽ മതി കേട്ടോ. ഒരുപാട് ആനകള് ഇവിടെ കയറി ഇറങ്ങി. കാരണം എനിക്കറിയത്തില്ല ഈ ഒരു സ്ഥലം എന്ന് പറയുന്ന ആനകൾക്ക് എന്തുമാത്രം പ്രിയപ്പെട്ടതാന്ന് എനിക്കറിയില്ല. കണ്ടില്ലേ, തെങ്ങ് ഇത്രയും നശിപ്പിച്ച് ഒരുപാട് സ്ഥലത്തുള്ള നമ്മുടെ കമുകൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കാണേണ്ടത് എന്താന്ന് വെച്ചാൽ, ഈ തെങ്ങ് നിൽക്കുന്ന സ്ഥലവും നമ്മുടെ വീടുമായിട്ടുള്ള ഒരു അകലം നോക്കിക്കേ. ഇത്രമാത്രം അകലത്തിലാണ് നമ്മുടെ കാട്ടാനകൾ വന്നേക്കുന്നത്. അത് ഒരു ആനയല്ല, 2-3 ആനകൾ ഒന്നിച്ചാ വന്നിരിക്കുന്നത്. അതൊരു 10 ദിവസം മുമ്പ് നടന്ന കാര്യങ്ങൾ ജനൻ TV ന്യൂസിൽ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇന്നലെ രാത്രി സംഭവിച്ച കാര്യങ്ങളും കൂടെ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അപ്പം ഇന്നലെ ഒരു 7:30-8 മണിക്ക് ആയപ്പോഴത്തേന് ആന ഭയങ്കര സൗണ്ട് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നത് ആന കയറി വരുന്ന 2-3 ആനകൾ കൂടെ കയറി വരുന്ന സൗണ്ട് ആയിരിക്കും. നമ്മൾ പുറത്ത് നോക്കിയപ്പം കുറെ ആനകൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ പറയാ, ജീവനെ പേടിയില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? അപ്പൊ നമ്മൾ പെട്ടെന്ന് വീട്ടിനകത്തോട്ട് കയറുകയും ചെയ്തു. വാഴകൾ നോക്കിക്കേ, 10 ദിവസം മുമ്പ് നശിപ്പിച്ചതാണ് നമ്മുടെ ആ ഒരു തെങ്ങൊക്കെ. ഇത് വാഴ മൊത്തം നശിപ്പിച്ചേക്കാന്നാണ്. ഇനി നമുക്ക് അതിന്റെ ഉള്ളിലേക്കൊന്ന് പോയി കാണിച്ചു തരാം കേട്ടോ. ഇതേ കണ്ടോ, ഇത് ഇന്നലെ രാത്രിയില് ആന നശിപ്പിച്ച വാഴകളാ. ഞാൻ ആദ്യം കാണിച്ചതും ഇതൊക്കെ അതിന്റെ ഉൾപ്പെടുന്ന സാധനങ്ങളാ കേട്ടോ. പക്ഷെ നമ്മുടെ ഈ ഒരു പറമ്പ് കേന്ദ്രീകരിച്ചാണ് ആനയുടെ വിളയാട്ടങ്ങൾ. മൊത്തം കൊലക്കാറായ വാഴകളാണ്. അപ്പം ഇതെല്ലാം മൊത്തം നശിപ്പിച്ച് നാരായണക്കല്ലാക്കി ഇട്ടേക്കുക. പിന്നെ അതേണ്ടേ, ഇനി ആനയുടെ പിണ്ടം കണ്ടില്ലാന്ന് വേണ്ട. ആന ഇന്നലെ രാത്രി വന്നിട്ട് പിണ്ടം ഇട്ടേക്കുന്നത്. അപ്പൊ ആനയുടെ പിണ്ടം കണ്ടില്ലെന്ന് വേണ്ട. ഇനിയുണ്ട് ഒരുപാട് സ്ഥലം, അതും കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കേ, ആനകൾ എന്റെ ദൈവമേ. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ആനയുടെ ലീലാവിലാസങ്ങളാ ദൈവമേ. ശരിക്കും പറഞ്ഞ ഒരു 450 വാഴയൊക്കെ നമ്മൾ ഓൾറെഡി വന്നൊരു 24-ലൊക്കെ വെച്ചതാണ്. അപ്പൊ ആന മൊത്തം നശിപ്പിച്ച് അതിനുശേഷം കൃഷിയൊന്നും ഇപ്പം ഒന്നും ചെയ്യുന്നില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്താലും അത് ആനയ്ക്ക് വേണ്ടിയിട്ടാണ്, നമുക്കൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് കൃഷികളൊന്നും ചെയ്യാറില്ല. ഇപ്പൊ നോക്കിക്കേ, ഒരു വരുമാനം ഈ പറമ്പിൽ നിന്ന് ഒരു വരുമാനമില്ല. എല്ലാം ന്യൂസ് ചാനലുകാരും വന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, എല്ലാം എടുക്കുന്നുണ്ട്, ന്യൂസിൽ വരുന്നുണ്ട്. പക്ഷെ ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. നമ്മളെല്ലാരെയും അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം നമ്മുടെ ഫോറസ്റ്റിൽ നിന്നൊക്കെ ആണെങ്കിലും ആൾക്കാരെല്ലാം വന്ന് ഇത് ആനകളെ പല തവണ അത് ഓടിച്ചും വിട്ടിട്ടുണ്ട്. നോക്കിക്കേ, ആ സൈഡിൽ കാണുന്ന കണ്ടോ, അവിടെ ആന വാഴകളെല്ലാം അവിടെ നശിപ്പിച്ചിട്ടിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. പിന്നെ ഇത് കണ്ടോ, ഇവിടെയും ആനപ്പിണ്ടമൊക്കെ ഇവിടെയും കിടപ്പുണ്ട്. എല്ലാം നശിപ്പിച്ച് ഈ ആനയുടെ കാൽപാദം കാണണമെങ്കിലേ എത്രയും വലിയ ഒരു കാട്ടാനയാണ് പറമ്പിൽ കയറിയെന്നുള്ളതിന്റെ കാൽപ്പാട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വലിയ ഇതുണ്ട് കാൽപ്പാട് എന്തുമാത്രം. അത് മഴ പെയ്തിട്ട് വെള്ളം ഇങ്ങനെ തളം കെട്ടി നിൽക്കുവായിരുന്നു. ഇപ്പൊ വെള്ളം വറ്റി കഴിഞ്ഞപ്പോഴത്തേന് അതിന്റെ കാൽപാദം കണ്ടോ, എന്തുമാത്രം വലിയ കാൽപാദമാണ്.
ഇതുകൊണ്ടോ ഇവിടെയൊക്കെ ആണെങ്കിലും എല്ലാം കണ്ടു കഴിഞ്ഞാൽ അറിയാം അത് കയറി ഇറങ്ങി നശിപ്പിച്ച്. ഇതുകൊണ്ടോ അതിന്റെ നഖത്തിന്റെ പാട് കണ്ടോ, ആനയുടെ കാലിന്റെ നഖത്തിന്റെ പാട് കണ്ടോ, അത് നോക്കിക്കേ. മഴയായതുകൊണ്ട് ഇങ്ങനെ ചെളിയാട്ട് കിടക്കുന്നതുകൊണ്ട് ഇന്ന് ഇത്രയും വ്യക്തമായിട്ട് കാണുന്നത് കേട്ടോ. അപ്പം ആന മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് പന്നിക്കുട്ടികളും ഉണ്ട് കേട്ടോ. ഇതുകൊണ്ടോ ഈ ഒരു ഏരിയ നിങ്ങളൊന്ന് നോക്കിക്കേ, ഈ ഒരു സ്ഥലപ്രദേശം ഒന്ന് നോക്കി. ശരിക്കും നമ്മള് ആനയെ ഒന്ന് തളച്ചിടുന്ന പോലത്തെ ഉള്ള ഒരു സ്ഥലം ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ശരിക്കും ആനയെ എഴുതി കെട്ടിയിട്ട പോലെ നിങ്ങൾക്കൊന്ന് തോന്നുന്നില്ലേ? അതുപോലെ ആ രീതിയിൽ ഈ ഒരു പ്ലാവ് ഇതുകൊണ്ട് ഇതാണ് പ്ലാവ്. ആ പ്ലാവിന്റെ ചുവട്ടിൽ നിന്ന് ഈ പ്ലാവിന്റെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചക്കകളെല്ലാം ഇട്ടത് ഇവിടെ എല്ലാം പൊഴിച്ച് ചക്കകൾ ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് ഇതൊക്കെ തിന്നു കഴിഞ്ഞിട്ട് ഇതുണ്ടോ ചെറിയ കാൽപാദങ്ങൾ കണ്ടോ, ചെറുതായിട്ട് ഇങ്ങനെ നോക്കിക്കേ, ചെറിയ കാൽപാദങ്ങൾ കണ്ടോ. ഇത് പന്നിക്കുട്ടികളാ. ആന ഇട്ട് തിന്നതിന്റെ ബാലൻസ് തിന്നാൻ വന്ന പന്നിക്കുട്ടികളുടെ കാൽപ്പാടുകളാണ് ഇതല്ലാവേ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ രസകരമായിട്ടുള്ള ഒരു സംഭവം കൂടെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു പ്ലാവേലേക്ക് നോക്കിക്കേ, ആന തുമ്പിക്കൈ കൊണ്ട് കുത്തിയിരിക്കുന്ന നോക്കിക്കേ, പാല ഒഴുകിയിരിക്കുന്ന കണ്ടോ, അതിന്റെ കറ ഒഴുകിയിരിക്കുന്ന കണ്ടോ. ഈ മരം ചുറ്റും വന്ന് എനിക്ക് തോന്നുന്നു അടുത്ത വർഷത്തേന് ഈ മരം ഉണ്ടാവുമോ അതിനി ഉണങ്ങി പോകുമെന്ന് അറിയത്തില്ല കേട്ടോ. ഈ മരത്തിന്റെ ചുറ്റിനും ആന കൊമ്പ് കൊണ്ട് കുത്തിയിട്ടാണ് അതിങ്ങനെ നല്ലവണ്ണം ബുഷ് ചെയ്തിട്ടാണ് അതിങ്ങനെ ആട്ടിയിരിക്കുന്നത്. ആ ഒരു ചക്ക വീഴാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ മരത്തിന്റെ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ, ഒരു സൈഡിൽ മാത്രമല്ല ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. ദേ ഈ സൈഡിൽ ഞാൻ ഈ കൊപ്പൊന്ന് മാറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ എന്റെ ചുവട്ടിൽ നിന്നിട്ട് ഇതുണ്ടോ ഈ സൈഡിലും ഉണ്ട്, ഇപ്പുറത്തെ സൈഡില് നോക്കിക്കേ. ഇതുണ്ടോ കറ ഇങ്ങനെ ഇന്നലെ രാത്രിയിലുണ്ടായ സംഭവങ്ങളാ ഇതൊക്കെ കേട്ടോ. നോക്കിക്കേ, ഈ പ്ലാവ് മൊത്തം അതിന്റെ കൊമ്പ് കൊണ്ട് കുത്തി നല്ല ശരിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ആന വരുന്ന ആനകളുടെ കാൽപാദങ്ങളാണ് ഇത് ഇവിടെ എല്ലാം കാണുന്നത്. ആനയുടെയൊക്കെ കാൽപാദമാണ് കേട്ടോ ഇവിടെ എല്ലാം ചവിട്ടി മെതിച്ചൊക്കെ ഇട്ടേക്കുന്നത്. അതിലും വലിയൊരു സംഭവം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ആന വരുന്ന വഴി ഈ ഇതിലേക്കൂടെ ആന വരാറുണ്ട്, താഴത്തെ വഴി കൂടെ വരാറുണ്ട്. പിന്നീട് 3 വഴികളുണ്ട് ആനയ്ക്ക് വരാനായിട്ട്, വിശാലമായിട്ടുള്ള 3 വഴികളുണ്ട് കേട്ടോ. അപ്പം ഇന്നലെ ഞാൻ ലൈവ് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ സമയത്താണ് നമുക്കിപ്പോ ആന ഇന്നലെ നമ്മുടെ പറമ്പിലേക്ക് ആന കയറി വന്നത്. അപ്പം ആന കയറി വന്ന സമയത്ത് ആന ഇതിലേക്കൂടെ ഓടിപ്പോയ രംഗങ്ങളാണ്. ഈ കാഴ്പാടുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം. ഇവിടെ നമുക്ക് എന്താ പറയാ, പടക്കം ആനകളെ ഓടിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, പടക്കം പൊട്ടിക്കുക. അത് മാത്രമേ ഉള്ളൂ. ആ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ആന അങ്ങ് ഓടിപ്പോവും. അപ്പൊ ഇന്നലെ നമ്മൾ പടക്കം പൊട്ടിച്ചിരുന്നു, ഞാൻ ലൈവ് ചെയ്യുന്ന സമയത്താണ് പടക്കം പൊട്ടിച്ചത്. അപ്പൊ എനിക്ക് തോന്നുന്നു ലൈവിലുള്ള ആൾക്കാരൊക്കെ ഇത് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ പടക്കം പൊട്ടിച്ച സമയത്ത് ആന എന്ത് ചെയ്യുന്ന 2-3 ആനകൾ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഓടി വന്ന വഴിക്ക് നമ്മൾ ഇത് ചെയ്തുകൊണ്ടോ നനയാതിരിക്കാൻ വേണ്ടി, ഇത് നമ്മുടെ തറവാട് വീടാണ്. അപ്പൊ ഇത് നനയാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ഷീറ്റ് വലിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു കമ്പ് ഇതിലേക്കൂടെ നീണ്ടു നിപ്പുണ്ടെന്ന്. അപ്പൊ ഒന്ന് നോക്കിക്കോണം ആനയുടെ ഹൈറ്റ് എത്രമാത്രം ഉണ്ടെന്നൊന്ന് നോക്കിക്കോണം കേട്ടോ. അപ്പം ഒരു കമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു, ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ട് കമ്പ് ചെറുതായിട്ട് ഇങ്ങനെ നീണ്ടു നിപ്പുണ്ടായിരുന്നു. ആന ആ പടക്കത്തിന്റെ സൗണ്ട് കേട്ട് വരുന്ന സ്പീഡിൽ എന്ത് ചെയ്തു, ആ കമ്പയിൽ അങ്ങ് തട്ടിയിട്ട് നമ്മുടെ മേൽക്കൂരയും കൂടെ ഇടിച്ച് തകർത്തോണ്ടാണ് ആന ഓടിയത്. ഇതുകൊണ്ടോ നിങ്ങൾ നോക്കിക്കേ, ഇതുകൊണ്ടോ ഈ സൈഡ് കംപ്ലീറ്റ് ഓടുകളെല്ലാം കംപ്ലീറ്റ് ആനകള് എല്ലാം ആ പോന്ന പോക്കില് സംഭവിച്ച കാര്യങ്ങളാ കേട്ടോ. മൊത്തം ഇടിഞ്ഞ് തൂങ്ങിക്കിടക്കുന്ന കണ്ടോ, പട്ടിയ കഷ്ണമൊക്കെ തൂങ്ങിക്കിടക്കുന്ന കണ്ടോ. പോന്ന പോക്കിൽ ഇടിച്ച് തകർത്തിട്ട് പോയതാ കേട്ടോ. അപ്പൊ ആന ഈ പടക്കം പൊട്ടുന്ന സൗണ്ട് കേട്ടോണ്ട് ഓടി ഇതിലേക്കൂടെ പോയതാണ്. പക്ഷെ ഈ ഒരു മുറ്റത്തൂടെയാണ് ആന പോകുന്നത് കേട്ടോ. ഇതുകൊണ്ടോ ഇതിലേക്കൂടെ ഇതിന്റെ ഇടയ്ക്കൂടെ ഒക്കെ കേറിയിട്ടാണ്. ഇതുകൊണ്ട് പുല്ലൊക്കെ മൊത്തം ഇതുകൊണ്ടോ ചവിട്ടി പോയിരിക്കുന്നതിന്റെ ഇത് കണ്ടില്ലേ. അപ്പൊ ഇതിലേക്കൂടെയും അതിലേക്കൂടെ ഒക്കെയാണ് ആന ഇതിലേക്കൂടെ വരുന്നെന്നോ ഇതിലേക്കൂടെ പോകുന്നെന്നൊന്നും അറിയാൻ കഴിയുന്നില്ല. അപ്പൊ ഇതിന്റെ ഒരു 2ാം ഭാഗവും കൂടെ ഉണ്ട് നമ്മുടെ വീഡിയോസിന്റെ.
ഒരു രണ്ടാം ഭാഗം കൂടെ ഉണ്ട്. അതും നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരുന്നതാണ്. കാരണം വെച്ചാൽ ഇപ്പം ഈ സൈഡിന്റെ ഈ ഒരു മൂലയിലാണ് ആന വന്നിട്ട് തട്ടിയിട്ട് നമ്മുടെ ഓട് കംപ്ലീറ്റ് പൊളിഞ്ഞു കിടക്കുന്നത്, ഒരു കമ്പ് നീണ്ടു നിന്നതുകൊണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടില്ലേ നിങ്ങൾ, ആന വന്ന സ്ഥലത്തുള്ള നമ്മുടെ വാഴകളും ഒക്കെ നശിപ്പിച്ച വീഡിയോസ് നിങ്ങൾ കണ്ടില്ലേ. അപ്പം ഇത് നമ്മൾ അറിയിക്കേണ്ട ആൾക്കാരെ നമ്മൾ അറിയിച്ചിട്ട് പോലും അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രതികരണവും ഇല്ലാണ്ട് നമ്മൾ ഇനി എന്ത് ചെയ്യും? കാരണം കുറെ ലോണുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കൃഷി സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ആന വന്ന് ഇത് നശിപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ അധികൃതരുടെ അടുത്ത് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അവര് വന്ന് നോക്കിയിട്ടുണ്ട്. അതുപോലെ ആന നമ്മുടെ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ അവര് വിളിച്ചറിയുമ്പോൾ അവര് ആനയെ വന്നിട്ട് അവരും എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിനെ ഓടിക്കാറുണ്ട്. പക്ഷെ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ പുലിയോ കടുവയൊക്കെ മനുഷ്യനെ പിടിച്ചു കഴിഞ്ഞാൽ അതിനൊരു കുഴപ്പമില്ല. അതുപോലെ ഇപ്പം ആനയ്ക്ക് അല്ലെങ്കിൽ നമ്മളിപ്പോ പന്നിയെ ആൾക്കാർ കെണിയിട്ട് പിടിക്കുന്നു, അല്ലെങ്കിൽ ആന ഇതുപോലെ തന്നെ ചരിയുന്നു. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളാണ്. നമ്മുടെ മനുഷ്യജീവന് എന്താണ് വിലയുള്ളത്? മനുഷ്യജീവന് എന്നെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് മനുഷ്യജീവന് യാതൊരു വിലയില്ല. മൃഗങ്ങൾക്ക് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിലാണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാരും ഓടി വന്നിട്ട് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്കോ എന്നും ഇവരാരും നമ്മളെ അന്വേഷിക്കാറുമില്ല, ഒന്നും ചെയ്യാറുമില്ല. ഇന്ന് നമ്മൾ ഒരുപാട് ലോണുകൾ എല്ലാം എടുത്തിട്ടാണ് നമ്മൾ പറഞ്ഞ കൃഷിയൊക്കെ നമ്മൾ ചെയ്ത് അതെല്ലാം നശിക്കപ്പെട്ടു. നമുക്ക് ആ ലോണൊക്കെ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ വലിയൊരു കടം കൂടി ഒരു എന്താ പറയാ മുന്നോട്ട് എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകേണ്ട ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഈ വീഡിയോ ഒന്ന് എത്തിക്കാന്ന് കരുതിയത്. അപ്പൊ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിന്റെ രണ്ടാം പാർട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം വിനു. ബൈ ബൈ.